നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും ട്യൂട്ടറെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. മൂവരുടെയും ഭാഗത്ത് ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതല്ല, സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന സംശയം ബലപ്പെടുമ്പോഴും പോലീസ് അന്വേഷണം ആ ദിശയിലേക്ക് പോകുന്നില്ല. വെറും ആത്മഹത്യയാക്കി സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണത്തെ ഒതുക്കുമോ? പ്രതിപട്ടികയും 18 പേരിൽ ഒതുങ്ങുമോ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. അന്വേഷണം ആരാച്ചാർക്ക് വേണ്ടിയോ? സംസ്ഥാന പോലീസിൻ്റെ മുൻ തലവൻ ഡോക്ടർ TP സെൻകുമാർ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T ആസഫ് അലി, BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്ക എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ TP സെൻകുമാർ, 16 ദിവസം കഴിഞ്ഞു സിദ്ധാർത്ഥൻ ഈ ലോകത്ത് നിന്നും യാത്രയായിട്ട്. 18 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പ്രതികളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവെടുപ്പ് പ്രഹസനം നടന്നു. കേബിൾ വയർ, ഗ്ലൂഗൺ, റബ്ബർ ചെരുപ്പ് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടെടുത്തതിൻ്റെ സംതൃപ്തിയിലാണ് കൽപ്പറ്റ DYSP TN സജീവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകൾക്ക് ഹേതുവായ ഇരുമ്പ് ദണ്ട്, ഇടിക്കട്ട, മുറിഞ്ഞ 2 ബെൽറ്റുകൾ എന്നിവ എവിടെ? അതിനുത്തരമില്ല. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച അഥവാ കെട്ടിത്തൂക്കിയ വയറോ തുണിയോ എന്താണെന്ന് നിശ്ചയമില്ല. അതെവിടെ? അതിന് ഉത്തരമില്ല. മൃതദേഹത്തോടൊപ്പം ഇതും പോലീസ് ഏറ്റുവാങ്ങിയിരുന്നോ? ഉത്തരമില്ല. പോലീസ് എത്തുന്നതിന് മുമ്പ് സിദ്ധാർത്ഥൻ്റെ മൃതശരീരം അഴിച്ചു വെച്ചത് ആര്? ഉത്തരമില്ല. എന്തിന് അഴിച്ചു വെച്ചു? അതിനും ഉത്തരമില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളേറെയാണ്. തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന് സംശയിച്ചാൽ തെറ്റ് പറയാനാവുമോ? ഡോക്ടർ TP സെൻകുമാർ, ഈ കേസിൽ പോലീസ് ആദ്യം മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പലപ്പോഴും പോലീസിനെ സംഭവിക്കുന്നത്, ഇത് ഒരു ചെറിയ കേസല്ലേ, സാധാരണ സൂയിസൈഡല്ലേ എന്ന ഒരു മുൻ നിശ്ചയപ്രകാരം കേസുകളുടെ അന്വേഷണം തുടങ്ങുന്ന സമയത്താണ് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇല്ലാതാകുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതോ നശിപ്പിക്കപ്പെടുന്നതോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രത്യേകിച്ച് ലിഗേച്ചർ, ഇപ്പോൾ ഒരു വ്യക്തി അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയം അല്ലെങ്കിൽ വളരെ അവശനായി കിടക്കുന്ന സമയം അയാളെ ഒരു ലിഗേച്ചർ കൊണ്ട് തൂക്കാനായിട്ട് 4-5 പേർ വിചാരിച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു തൂങ്ങിയ മരണത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ ശരിയായിട്ട് മരണം നടക്കുന്നു എന്ന് പറയുന്നത് ഒരു മർഡറാണ്. അപ്പോൾ ആ മർഡറിൽ നിന്ന് അത് സൂയിസൈഡാണോ എന്ന് ഉള്ളത് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഇൻഡിക്കേഷൻ കൈപ്പത്തികളിൽ ഉണ്ടാകുന്ന, അത് നമ്മൾ സെലോഫൺ ടേപ്പ് കൊണ്ട് എടുക്കുന്ന അതിൽ ലിഗേച്ചറിൻ്റെ ഏതെങ്കിലും അംശങ്ങളുണ്ടോ എന്നോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്ത ആളുടെ കയ്യിൽ ലിഗേച്ചറിൻ്റെ കുറച്ച് ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു സൂയിസൈഡ് ആയിരിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അത് പ്രൂഫല്ല, സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അത് പക്ഷേ ഇല്ല എന്ന് വന്നാൽ അത് തീർച്ചയായിട്ടും ഒരു സൂയിസൈഡ് അല്ല എന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പക്ഷെ ചില ലിഗേച്ചറുകൾക്ക് ഒരു പക്ഷേ ആ ട്രാൻസ്ഫർ ഇത് ചെയ്യണമെന്നില്ല, അങ്ങനെ അപൂർവമായിട്ട് സംഭവിച്ചേക്കാം. പക്ഷെ അല്ലാത്ത സമയത്തെല്ലാം ലിഗേച്ചറിൽ നിന്ന് ആ കയ്യിലേക്ക്, കാരണം കയ്യിലെടുത്തിട്ട് വേണ്ടത് കെട്ടാനും ഒക്കെ ആയിട്ട്, അതുപോലെ എവിടെയാണ് ഇത് ഹാങ് ചെയ്തത്, എത്ര ഹൈറ്റിലായിരുന്നു ആളുടെ. ഇപ്പോൾ സാധാരണ ഒരു ചെയറിലിരുന്ന് പോലും ചിലർക്ക് തൂങ്ങി മരിക്കാം, അത് സാധ്യമാണ്. പക്ഷേ നമ്മളത് കൃത്യമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ഏത് ഹൈറ്റിൽ നിന്നാണ്, ബോഡിയുടെ ഏത് പാർട്ടെല്ലാമാണ്, എവിടെയെല്ലാമാണ് തട്ടിയിരുന്നത്, അവിടെ ഒരു സൂയിസൈഡൽ
ഇപ്പോൾ വളരെ അബോധാവസ്ഥയിലുള്ള ഒരാളെ കഴുത്തി പിടിച്ച് കുറേ നേരം തൂക്കിയിട്ട് ഒരു ലിഗേച്ചറിൽ തൂക്കി പിടിച്ചു നിന്നാൽ അയാൾ സ്വാഭാവികമായിട്ടും ഒരു ഹാങ്ങിങ് ഡെത്ത് കൊണ്ട് മരിക്കാനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കൂടി മരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കണമെങ്കിൽ പ്രൂവ് ചെയ്യണമെങ്കിലും, അതായത് ഇതിൽ സത്യം പുറത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങേണ്ടത് ആ ലിഗേച്ചർ എങ്ങനെയാണ്, എവിടെ പോയി, അത് എവിടെയാണ്, അത് ആരാണ് മാറ്റിയത്, അതുപോലെ ഈ റൂം ഉള്ളിൽ നിന്ന് അടച്ചതായിരുന്നോ അല്ലെങ്കിൽ പിന്നീട് ആരെങ്കിലും ഉള്ളിൽ നിന്ന് അടച്ച് തള്ളി തുറന്നതാണോ? കാരണം ഇപ്പോൾ ബോഡി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ബോഡി എടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിക്ക് അതിൽ കയറി ലോക്ക് ചെയ്യുകയും പുറത്തുനിന്ന് 2 പേർക്ക് ചവിട്ടി തുറക്കുകയും ചെയ്താൽ അത് ചവിട്ടി തുറന്ന പോലെ പ്രതീതി ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഏതെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തൂങ്ങി നിൽക്കുന്ന ഒരാളെ ഉണ്ടായിട്ടും അത് പോലീസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കാതിരുന്നത്? പോലീസിൽ അറിവ് കിട്ടുന്നത് തന്നെ വളരെ സമയം കഴിഞ്ഞാണ്. അപ്പോൾ പോലീസ് ഒരു സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് യാതൊരു സാധ്യത ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിലുള്ള പ്രധാന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ ഡയറക്റ്റ് എവിഡൻസ്, പിന്നെ സാഹചര്യ തെളിവുകൾ, പിന്നെ സയൻറ്റിഫിക് എവിഡൻസ്, ഈ 3 തരത്തിലുള്ള എവിഡൻസാണ് ഈ കേസുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്ന പരിക്കുകൾ ഉണ്ടാക്കുന്നത് കാണുന്നതും ഈ അക്രമങ്ങൾ കാണുന്നതുമായിട്ടുള്ള കുട്ടികൾ അതൊരു വിചാരണ സമയത്ത് ധൈര്യമായിട്ട് വന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ ആവശ്യകത വളരെയധികം കൂടുതലാണ്. ആ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോഴത്തെ മാധ്യമത്തിൽ വന്നിരിക്കുന്ന വാർത്തകളും ബാക്കിയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ ഈവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ലിഗേച്ചർ ഉണ്ടായിരുന്നില്ല, പോലീസും കൊണ്ടുവന്നില്ല എന്ന് കൃത്യമായിട്ട് ഡോക്ടർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചുറീസ് എങ്ങനെ കോസ് ചെയ്തു? ആ ഇഞ്ചുറീസിൽ ചില ഇഞ്ചുറീസ് 3-4 ദിവസമല്ല, അതിൽ കൂടുതൽ പഴക്കമുള്ള ഇഞ്ചുറീസും കാണുന്നുണ്ട്. കാരണം കറുത്തിട്ടുണ്ട്, അവിടെ മുറിവ് കറുത്ത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കോസ് ചെയ്തു? അപ്പോൾ ഇതിന് മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ആ ഇഞ്ചുറി ഉണ്ടായത്? അതുപോലെ ഇത്രയധികം ഇഞ്ചുറീസ് ഒരാളുടെ ദേഹത്ത് ഉണ്ടായാൽ അയാൾ ഭക്ഷണവും കഴിക്കാൻ അനുവദിക്കുന്നില്ല, വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അയാൾ 3 ദിവസം കൊണ്ട് ഇത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ എങ്ങനെയാണ് അയാളുടെ ശരീരം പ്രതികരിക്കുക? ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നില്ല എങ്കിൽ അത് ഈ കേസ് കഴിയുന്നത്ര വേഗം CBI പോലുള്ള ഒരു ഏജൻസിക്ക് കൊടുക്കുകയാണ്. പക്ഷേ CBIക്ക് കൊടുത്താൽ പോലും ഇപ്പോൾ പ്രതിബിംബമായിട്ട് എടുക്കേണ്ട പല തെളിവുകളും നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും ലിഗേച്ചറിൻ്റെ കാര്യത്തിൽ. ഏതായാലും ആ ശരീരത്തിൽ ഉണ്ടായ മുറിവുകളെല്ലാം ഇനി അവസാനം സിദ്ധാർത്ഥൻ സ്വയം ഇഞ്ചുറി ഏൽപ്പിച്ച് സ്വയം വയറ്റത്തൊക്കെ ചവിട്ടി അവസാനം ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിൽ എത്തുമോ എന്നാണ് നമുക്ക് അത്ഭുതപ്പെടാനുള്ളത്. കാരണം ആ വിധത്തിലാണ് പല കാര്യങ്ങളും പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ ആരെയും രക്ഷിക്കാനോ ആരെയും അനാവശ്യമായിട്ട് ശിക്ഷിക്കാനോ അല്ല, സത്യം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലൊരു കാര്യം ഇനി ഒരു ഹോസ്റ്റലിലും ഒരു വിദ്യാഭ്യാസ മേഖലയിലും സംഭവിക്കരുത്. അതിന് തക്കതായിട്ടുള്ള നടപടികൾ കൂടി ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടതാണ്. അതിൽ ഏർപ്പെടുന്ന സംഘടനകൾ ഏതായാലും ആ സംഘടനകളൊന്നും ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഗൂഢസംഘങ്ങളെയും ഗൂഢപ്രവർത്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതാകരുത് എന്നുകൂടിയൊക്കെ ഉറപ്പാക്കുന്നതിന് ഈ സമൂഹത്തിന് പൊതുവെ, ഈ വിദ്യാർത്ഥികളുടെ സമൂഹത്തിന് പ്രത്യേകിച്ചും ഒരു ഉറപ്പുണ്ടാകുന്നതിന് ഈ കേസ് വളരെ സ്വതന്ത്രമായും ശാസ്ത്രീയമായും അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഗവൺമെൻറ് തന്നെ CBIക്ക് വിട്ടുകൊടുക്കണം. ഗവൺമെൻറ്റിന് ഒന്നും മറയ്ക്കാനില്ലാത്ത കേസാണ്. അതുകൊണ്ട് നേരെ CBIക്ക് റെഫർ ചെയ്യേണ്ട കേസാണ്. അത് റെഫർ ചെയ്യാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യണം. പോലീസിനെ യാതൊന്നും മറച്ചു വയ്ക്കാനില്ല, ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഇത് CBIക്ക് കഴിയുന്നത്ര വേഗം പോകണം എന്നുള്ള ആവശ്യപ്പെട്ട് പോലീസ് തന്നെ അത് ഗവൺമെൻറ്റിന് എഴുതി, ഗവൺമെൻറ് അത് അങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കഴിയുന്നത്ര വേഗം ഒരു CBI എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ ഒരു പക്ഷേ ഈ കേസിലെ കുറേ കാര്യങ്ങളും കൂടി ഡയറക്റ്റ് എവിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി കണ്ടെത്തി കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് എങ്ങനെയാണ് ഈ ഡെത്ത് ഉണ്ടായതെന്ന് പറയാൻ പറ്റാത്തത്. അതായത് സ്വയം തൂങ്ങി മരിച്ചതാണോ
ആരെങ്കിലും തൂക്കി കൊന്നതാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിയുള്ളത്. അതിനുള്ള എവിഡൻസ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് മാറ്റിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. യെസ്, അഡ്വക്കേറ്റ് ആസഫ് അലി, സെൻകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വതന്ത്രവും ശാസ്ത്രീയവുമായിട്ടുള്ള അന്വേഷണം അതിപ്പോൾ നടക്കുന്നുണ്ടോ? നോക്കൂ, ഈ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുമ്പ് അഴിച്ച് വെച്ചതും അത് ആശുപത്രിയിലേക്ക് മാറ്റിയതും തന്നെ തെളിവ് നശിപ്പിക്കലിൻ്റെ ആദ്യപടിയാണ് എന്ന് സ്വാഭാവികമായും അനുമാനിക്കാമല്ലോ. ഈ കസ്റ്റോഡിയൽ ടോർച്ചർ ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റോഡിയൽ ടോർച്ചർ ആൻഡ് ഡെത്ത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ഫണ്ടമെൻ്റലായ സ്വാതന്ത്ര്യം, വ്യക്തിഗതമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഒരു അധികാര ശക്തി ഒരാളെ തടഞ്ഞു വെച്ച് അയാളെ മർദ്ദിക്കുക, അവസാനം കൊല്ലുക. ഇത് ആത്മഹത്യാ പ്രേരണ ഒന്നും ഇതിൽ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ശരിക്കൊരു കസ്റ്റോഡിയൽ ടോർച്ചറാണ്, കസ്റ്റോഡിയൽ ഡെത്താണ്. കാരണം പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്താണ്? ഒന്ന് അന്യായമായി തടങ്കൽ വെച്ചു എന്നാണ്, പിന്നെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നാണ്. അന്യായമായി തടങ്കൽ വെക്കണമെങ്കിലും ഗുരുതരമായി പരിക്കേൽപ്പിക്കണമെങ്കിലും ആ വകുപ്പ് രണ്ടും ചുമത്തിയത് തന്നെ മറ്റൊരു കൂട്ടർ ഈ മരിച്ച മനുഷ്യന്റെ അടുത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. പോലീസിനോട് സംസാരിക്കുന്ന ഭാഷ്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന സംഗതി എന്താണ്? പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വോയിസ് ക്ലിപ്പ്, സിദ്ധാർത്ഥിനെ അടിച്ചു കൊന്നു എന്നാണ് വോയിസ് ക്ലിപ്പ്. അതൊരു ഫസ്റ്റ് ടെസ്റ്റ് മണിയായിട്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ എടുക്കേണ്ട പരമപ്രധാനമായ തെളിവാണ്. ഈ ആത്മഹത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിൽ ഉദിക്കുന്നേ ഇല്ല. കാരണം ശരീരത്തിലെ പരിക്കുകൾ നമുക്കറിയാം. നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായെന്ന് അറിയോ? ന്യൂമോണിയ കാരണം മരിച്ചത്. രണ്ടാം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ പരിക്കുകളെല്ലാം പുറത്തു വന്നു. നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ കസ്റ്റോഡിയൽ ഡെത്തും ടോർച്ചറും ഡെത്തും ഈ സിദ്ധാർത്ഥിന്റെ കസ്റ്റോഡിയൽ ഡെത്തും ടോർച്ചറും തമ്മിൽ ഒരേ ബന്ധമാണെന്നാണ് ഞാൻ പറയുക. സാധാരണ പോലീസ് വെർഷനാണ് പോലീസ് സ്റ്റേഷനിൽ കുളിമുറിയിൽ ശുചിമുറിയിൽ വെച്ച് തൂങ്ങി മരിച്ചു. കാരണം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പൊതിരെ തല്ലി ആള് മരിച്ചാൽ ഉടനെ ശുചിമുറിയിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കും. ഇവിടെ നടന്നിരിക്കുന്നത് അതാണ്. എത്ര ദിവസമാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്? ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസ് കൊലയാളികൾക്ക് പരിരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി തെളിവ് ശേഖരിക്കാനല്ല, തെളിവ് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും പരമപ്രധാനമായ ഈ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോലീസിന് ഈ ആത്മഹത്യാ സ്റ്റോറി കിട്ടി? അത് പ്രതികൾ പറഞ്ഞുണ്ടാക്കിയ പ്രചരിപ്പിച്ച ഒരു കള്ള പ്രചരണമാണ്. ഏതുപോലെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിക്കുമ്പോൾ ആദ്യം പോലീസ് വെർഷൻ എന്താണ്? ശുചിമുറിയിൽ വെച്ച് സ്വയം തൂങ്ങി മരിച്ചു എന്നാണ്. അപ്പൊ പ്രതികൾ പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ് ഈ ആത്മഹത്യ. ആ ആത്മഹത്യ എന്ന് പറയുന്ന സ്റ്റോറി പോലീസിന്റെ വെർഷൻ തന്നെ തച്ചുടച്ചിരിക്കുകയാണ്. കാരണം റോങ്ഫുൾ കൺഫൈൻമെന്റിന് പോലീസ് വകുപ്പിട്ടിട്ടുണ്ട്. ശരീരത്തിൽ ആക്രമണം നടത്തിയതിന് മർദ്ദിച്ചതിന് പോലീസ് വകുപ്പ് ചേർത്തിട്ടുണ്ട്. ഈ രണ്ട് വകുപ്പും ഉണ്ടാവുകയാണെങ്കിൽ, ചേർക്കുകയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണം എന്ന് പറയുന്ന ഒരു വകുപ്പോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണം എന്ന് പറഞ്ഞൊരു കുറ്റമോ അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസ്, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഊഹിക്കാൻ പറ്റുന്ന പരമപ്രധാനമായ ഒരു കാര്യം. ഇവിടെ പോലീസ് എന്തിനാണ് ഈ ഡീന്റെ കൺട്രോൾ എന്താണ്? ഈ ഹോസ്റ്റലിന്റെ കൺട്രോൾ ആർക്കാണ്? ഇത്രയും ദിവസം ഈ ഹോസ്റ്റലിൽ നടന്ന ഭീകരത ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ പുറത്തു വന്നു. അപ്പൊ ഡീനിനെ മന്ത്രി ചിഞ്ചു റാണി വെള്ളപൂശുകയാണ്. വാട്ട് ഈസ് ഹെർ റോൾ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീൻ? ഡീനെ പോലീസ് ചോദ്യം ചെയ്തു. ഡീനിനെ സസ്പെൻഡ് ചെയ്തു. അധ്യാപകരെ അവരെ സസ്പെൻഡ് ചെയ്യുവാൻ ഉന്നയിച്ചിരിക്കുന്ന കാരണങ്ങൾ
ക്രിമിനൽ കൾപ്പബിലിറ്റിയാണ്. അവരെ പോലീസ് ചോദ്യം ചെയ്തു, ഇതുവരെ ഇല്ല. എന്താ കാരണം? ഇതിന് ഉത്തരവാദി ആരാണ്? അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു മിനിസ്റ്റീരിയൽ ലാബ്സിന്റെ പേരിലല്ല. ഒരു കുട്ടിയെ മറ്റൊരു ഗാങ് തല്ലിക്കൊന്നു, അതിന്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്ന ലാബ്സ് എന്ന് പറയുന്നത്. അത് ക്രിമിനൽ കൾപ്പബിലിറ്റിയാണ്. ആ ഡീനിനെയും പ്രിൻസിപ്പാളിനെയും ഗവർണർ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ കാരണം എന്താണ്? ഒരു മിനിസ്റ്റീരിയൽ ലാബ്സ് അല്ല. ഒരു മിനിസ്റ്റീരിയൽ ലാബ്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഔദ്യോഗികമായി. ഇതല്ല, ഇറ്റ്സ് എ മാറ്റർ ഓഫ് മർഡർ. ആർഇസിലെ രാജനെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി തല്ലി ഉരുട്ടിക്കൊന്നു. ആരെല്ലാണ് പ്രതിയാക്കിയത്? ആരെല്ലാം അതിന് ഉത്തരവാദികളായിരുന്നു? ഈ ഇന്ന് പ്രതികളാക്കിയിരിക്കുന്ന 6 വിദ്യാർത്ഥികൾ മാത്രമാണോ? ഈ സാഹചര്യം ഒരുക്കിയിരിക്കുന്ന ഇതൊരു ലാർജർ കോൺസ്പിറസി ഉണ്ട്. അല്ലെങ്കിൽ 118 എന്നൊരു വകുപ്പുണ്ട്. ഒരാളെ കൊല്ലുമെന്നോ ഒരു മർഡർ നടക്കുമെന്നോ സാഹചര്യം ഉണ്ടായിട്ടും ആ വിവരം കൃത്യത്തിന് അറിയിച്ചിട്ടില്ലെങ്കിൽ അതിനും IPC വകുപ്പുണ്ട് 118. ആ 118 ചേർക്കേണ്ട ഉന്നതരായ അധ്യാപകന്മാർ, ഡീനും അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരെ പ്രതിപട്ടികയിൽ ചേർക്കാൻ പോലീസ് ധൈര്യം കാണിക്കുന്നില്ല. പ്രതിപട്ടികയിൽ ചേർക്കുന്നതിന് മുമ്പ് അവരെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല. അപ്പൊ കേരള പോലീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പ്രതികൾക്ക് നാളുകളിൽ വരാനിടയുള്ള തെളിവുകൾ നശിപ്പിക്കേണ്ട ഒരു പ്രോസസ്സാണ് കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ വേലി തന്നെ വിള നിന്നു. മനുഷ്യന് ഭ്രാന്തടകിയാൽ ചങ്ങലക്കിടും. ചങ്ങലക്ക് ഭ്രാന്തടകിയാൽ എന്ത് ചെയ്യും? ഇവിടെ ഭ്രാന്തടകിയിരിക്കുന്നത് ചങ്ങലക്കാണ്, പോലീസിനാണ്. അതുകൊണ്ട് കേരള പോലീസ് നടത്തുന്ന ഏത് അന്വേഷണം പ്രതികൾ നടത്തുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ്? മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചില്ല? മുഖ്യമന്ത്രിക്ക് പ്രതികളോടുള്ള പാട്രണേജ് ആണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? CPM പാർട്ടി SFI തള്ളിപ്പറയുകയോ SFI ഉൾക്കൊള്ളുകയോ ചെയ്യാൻ അവർ ധൈര്യം കാണിക്കുന്നില്ല. അവരിപ്പോഴും സ്വകാര്യത്തിൽ എന്തിനാണ് ജില്ലാ സെക്രട്ടറി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയത് പ്രതികളെ ഹാജരാക്കുമ്പോൾ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് പാർട്ടി ലീഡർ? അപ്പൊ പാർട്ടിയുടെ പാട്രണേജ്, ഗവൺമെന്റിന്റെ പാട്രണേജ്, പോലീസിന്റെ പാട്രണേജ് ആർക്കാണ്? ഒരു പാപം നിരപരാധിയായ ചെറുപ്പക്കാരൻ അവരെ തല്ലിക്കൊന്നു പേപ്പട്ടിയെ പോലെ. എവിടെ വെച്ച്? കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച്. എന്നിട്ട് ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. വാട്ട് യു മീൻ ബൈ 306? ഈ ആത്മഹത്യാ പ്രേരണം എന്തിനാണ്? ആത്മഹത്യാ പ്രേരണത്തിന്റെ ഫാക്ട് ഇവിടെ എവിടെയാ ഉള്ളത്? ദിസ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് മർഡർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കസ്റ്റോഡിയൽ ടോർച്ചറും കസ്റ്റോഡിയൽ ഡെത്തുമാണ്. ഇതിന് കേസെടുക്കുന്നത് 302 കവിഞ്ഞ് ഒരു വകുപ്പും ഇതിൽ ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരള പോലീസ് ഈ കേസിന്റെ പരമപ്രധാനമായ ഈ ഘട്ടത്തിൽ അതിന്റെ തെളിവ് നശിപ്പിക്കേണ്ട പ്രക്രിയ വളരെ ഭംഗിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഹാപ്പൻഡ് ഇൻ UP or Bihar. ദിസ് ഈസ് ഹാപ്പൻഡ് ഇൻ കേരള. 30 വർഷത്തിന് ശേഷം ഒരു വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഒരു IGയെ ജയിലിലടച്ച, വിചാരണ കഴിഞ്ഞ് ജയിലിലടച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ക്രൈം വിൽ നോട്ട് ഡൈ. ഇന്നല്ലെങ്കിൽ നാളെ ഈ പോലീസുകാരടക്കം ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാൻ ഉന്നയിച്ചതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ നീളുകയാണ്. തെളിവ് നശിപ്പിക്കുന്നതിൽ ഈ ഡീൻ ഡോക്ടർ MK നാരായണൻ, അതുപോലെ അസിസ്റ്റന്റ് വാർഡൻ കാന്തദാസ് എന്നിവരുടെ പങ്ക് ഇതിനകം വെളിപ്പെട്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ആസഫ് അലി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒന്നും അറിയില്ലെന്ന് ആവർത്തിക്കുന്ന നാരായണന് എല്ലാം അറിയാമെന്ന് അയാളുടെ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ കാന്തദാസ്, അയാളാണ് വില്ലൻ കേട്ടോ. കാന്തദാസിൻ്റെ ഒരു ഫോട്ടോ പോലും ഇതുവരെ മാധ്യമങ്ങൾക്ക് കിട്ടിയില്ല. ഈ കാന്തദാസ് ചിത്രത്തിലേ ഇല്ല. അറിയാൻ സാധിക്കുന്നത് ഈ ഹോസ്റ്റലിലെ കള്ളു കുടിക്കും, അതുപോലെ ഈ ലഹരി മരുന്ന് സേവയ്ക്കും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഈ കാന്തനായിരുന്നത്രേ. അദ്ദേഹം കോയമ്പത്തൂർ സ്വദേശിയാണ്. ഇയാളിപ്പോൾ ഒളിച്ച് കളിക്കുകയാണ്. വേറൊരു വില്ലൻ കൂടിയുണ്ട്. ആ വില്ലനെയും പോലീസ് ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ്, ഇവനാണ് SFI കാടത്തത്തിൻ്റെ ദൃക്സാക്ഷി. ഈ അക്ഷയുമായിട്ട് മരണപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അമ്മ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവൻ അവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മയോട് പറഞ്ഞില്ല, മറച്ചു വെച്ചു. ഇവനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ ഇവൻ സത്യം പറയും. ഇവനോട് പോലീസ്
അതിര് കടന്ന മമത കാണിക്കുന്നതായിട്ടാണ് പരാതി. ഒരു ഉന്നത CPM നേതാവിൻ്റെ ബന്ധുവാണ് ഈ അക്ഷയ് എന്നുകൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം കൃത്യമായി തെളിവ് നശിപ്പിക്കൽ പ്രക്രിയ കേരള പോലീസ് വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? തീർച്ചയായിട്ടും, വളരെ വളരെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതെന്നേക്കാൾ നന്നായി പറയാൻ കഴിയുന്ന പോലീസിൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരാൾ ഈ ചർച്ചയിലുണ്ട്. സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ശ്രീ TP സെൻകുമാർ. പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയുന്നതിന് മുൻപ് എനിക്ക് ശ്രീ ആസിഫ് അലി സാറിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഇത് കേരളത്തിലാണ് നടന്നത്, ബീഹാറിലും UP യിലും ഒന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ആസിഫ് അലി സാറിനോട് പറയാനുള്ളത്, ആസിഫ് അലി സാർ, ഇത് പണ്ടത്തെ UP ഒന്നുമല്ല, ഇപ്പോൾ പണ്ടത്തെ ബീഹാറുമല്ല. ഇന്നൊക്കെ ബീഹാറിലോ UP യിലോ ആയിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടെങ്കിൽ ആ കുട്ടികളുടെ വീട് വരെ, ഈ പ്രതികളുടെ വീട് വരെ ഇടിച്ച് നിരത്തി അവന്മാരെ ചോദ്യം ചെയ്ത് കയ്യാമം വെച്ച് നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ നടത്തിയനെ. അതിനുള്ള ആണുങ്ങൾ അവിടെ ഭരിക്കുന്നുണ്ട്. ആണും പെണ്ണും കെട്ട എന്ന് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷെ സ്വഭാവത്തിൽ മനുഷ്യത്വം ഇല്ലാത്ത നീചനായ ഒരു മനുഷ്യൻ ഈ കേരളം ഭരിക്കുക. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഇനിയും നടക്കും ഇവിടെ. ഇപ്പോൾ വന്യമൃഗങ്ങൾ ആളുകളെ ചവിട്ടിക്കൊല്ലുന്നില്ലേ? ഓരോ പ്രാവശ്യവും വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊല്ലുമ്പോൾ ഇപ്പം ശരിയാക്കി തരാമെന്നല്ലേ പറയുന്നത്. പണ്ട് പപ്പു പറഞ്ഞ പോലെ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ചാലക്കുടിയിൽ ഒരു പാവം വീട്ടമ്മയെ ആന കുത്തിക്കൊന്നിരിക്കുക. 1 മണിക്കൂർ മുമ്പ് അവിടെ കോഴിക്കോടടുത്ത് വെട്ടുപോത്ത് കൊന്നു. എന്താ കാരണം? മൃഗീയമായ ഭരണം നടത്തുമ്പോൾ മൃഗങ്ങൾ വരും നാട്ടിലേക്ക്. കാരണം അവർക്ക് പറ്റിയ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നാരായണൻ എന്ന നാണം കെട്ട മനുഷ്യൻ, അവൻ എന്തൊക്കെയാണെന്ന് വിളിച്ചു പറയുന്നത്? അയാൾ കഴിഞ്ഞ ദിവസത്തെ അയാളുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഞാൻ സെക്യൂരിറ്റി ഓഫീസറൊന്നുമല്ല, ഒരു പക്ഷേ താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ സെക്യൂരിറ്റി ഓഫീസറൊന്നുമല്ല, എനിക്കങ്ങനെ സെക്യൂരിറ്റിയുടെ ചുമതലയൊന്നുമില്ല. അതുമാത്രമല്ല, ഇവിടെ എന്താ ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? അല്ല, ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെ. എന്താണ് അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചത്? സെക്യൂരിറ്റി ഓഫീസറല്ല, ഹോസ്റ്റലിലെ സെക്യൂരിറ്റി നോക്കേണ്ട പണി എൻ്റെ അല്ല. ഇനി എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിന് വൈസ് ചാൻസലർ പ്രതിയാണ്, അതിന് വാർഡൻ പ്രതിയാണ്, അതിന് ഡീൻ എന്ന നിലയിൽ ഞാൻ അയാളെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും പ്രതിയാണ്. മനസ്സിലായല്ലോ? അയാളെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും പ്രതിയാണ് എന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉടനെ തന്നെ അയാൾ പറഞ്ഞതിൻ്റെ പിന്നാലെ മന്ത്രി പറയാ, നല്ല മനുഷ്യത്വമുള്ള, വിദ്യാർത്ഥികളോട് നല്ല സ്നേഹമുള്ള ഒരാളാണ് ഈ നാരായണൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, വിദ്യാർത്ഥികളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ അപമര്യാദയ്ക്ക് കൂട്ടു നിൽക്കാൻ പാടുമോ? ഈ മര്യാദ അറിഞ്ഞാൽ, ഈ കാടത്തം അറിഞ്ഞാൽ, ഈ മൃഗീയത അറിഞ്ഞാൽ, ഈ അക്രമം അറിഞ്ഞാൽ, ഈ കൊടും ക്രൂരത അറിഞ്ഞാൽ റിയാക്ട് ചെയ്യണ്ടേ? അതിന് പകരം ഞാൻ സെക്യൂരിറ്റി ഓഫീസറാണെന്ന് ചോദിക്കുക. വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡീൻ? ഒരു ഡീനിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു മേക്ക് ഓൾ ദ ഡിസിപ്ലിൻ ഇൻ ദ ഹോസ്റ്റലിലെ ഡിസിപ്ലിൻ അത് പരിപാലിക്കൽ ഡീനിൻ്റെ ചുമതലയാണ്. അയാൾക്ക് ഡീനിൻ്റെ ചുമതല അറിയില്ല. അയാൾ ഒരു വെട്ടുപോത്ത്, കാട്ടിൽ നിന്നിറങ്ങിയ ആളുകളെ കൊല്ലുന്ന പോലെ നാട്ടിൽ ജീവിക്കുന്ന ഒരു വെട്ടുപോത്താണ് അയാൾക്ക് ഡീനിൻ്റെ പണി അറിയില്ല. ഇവരൊക്കെ പിൻവാതിലിലൂടെ വല്ല CPMൻ്റെ നേതാക്കന്മാർ കയറ്റിയതായിരിക്കും ഈ കള്ളനെ, ഈ കരിങ്കള്ളനെ, ഈ വെട്ടുപോത്തിനെ. അയാൾ പറയാൻ പാടുമോ? എനിക്കില്ല. ഞാനിത് വളരെ വിഷമം കൊണ്ട് സംസാരിക്കുക. കാരണം എൻ്റെ മക്കൾ 2 പേരുണ്ട്. 2 പേരും കേരളത്തിൻ്റെ വെളിയില്ല പഠിക്കാനായിട്ട് ഞാൻ വിട്ടത്. കാരണം എൻ്റെ കുടുംബത്തെ, അനിൽ നമ്പ്യാർ, ഞാൻ വളരെ വിഷമം കൊണ്ട് പറയുക, ഈ പ്രേക്ഷകൻ അറിയണം, അതുകൊണ്ട് പറയാ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എൻ്റെ കുടുംബത്തിലെ 3 കുട്ടികൾ, ആ 3 കുട്ടികൾ കാർഷിക സർവകലാശാലയിലോ വെറ്റിനറി സർവകലാശാലയിൽ, ഒരാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ,
ഈ 3 വിദ്യാർത്ഥികൾ, 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും, ഈ 3 വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞത് എനിക്കറിയാം. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞത്, അങ്കിളെ ഞങ്ങൾ രക്ഷപ്പെട്ട് ജീവിതവുമായി രക്ഷപ്പെട്ടു വന്നത് ഞങ്ങളുടെ കുടുംബക്കാരുടെ ഭാഗ്യം കൊണ്ടാണ്. എംബോസിഷൻ എഴുതിപ്പിക്കും. ഏത്? അധ്യാപകരല്ല, ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയത്തിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവരെ വിളിച്ചിറക്കിയിട്ട് പോയി എംബോസിഷൻ എഴുതി വാ. എന്തിനാണെന്നറിയോ? SFIയുടെ പ്രകടനത്തിൽ വന്നില്ല. SFIക്കാരൻ്റെ നേതാവ് ആ നേതാവിൻ്റെ കൂടെ നടന്നില്ല. അതിന് എംബോസിഷൻ 1000 വട്ടം. എന്താണെന്നറിയോ? വിപ്ലവം ജയിക്കട്ടെ, SFI വളരട്ടെ. ഇവൻ്റെയൊക്കെ എന്താ ഞാൻ പറയാൻ എനിക്ക് അത്ര വാക്കില്ല. ഈ കുട്ടികളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് കാത്ത് സംരക്ഷിച്ച് കടം മേടിച്ച പൈസയുമായിട്ട് കഷ്ടപ്പെട്ട് ഓരോ അമ്മയും അച്ഛനും ഓരോ മാതാപിതാക്കൾ ഒരു ഡോക്ടറാവാൻ, എഞ്ചിനീയർ ആവാൻ, നല്ലൊരു ജോലി കിട്ടാൻ ഈ കുട്ടികളെ സ്കൂളിൽ അയക്കുക, ഇതേപോലെ പ്രൊഫഷണൽ കോളേജിൽ അയക്കുക. ഈ കുട്ടികൾ അവിടെ പോയി പഠിക്കുമ്പോൾ ഈ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കില്ല. ഈ SFI എന്ന ZFI ക്രിമിനൽ സംഘം അവർ പറയുന്നത് പോലെ നടക്കണം, അവർ പറയുന്നത് പോലെ ഇരിക്കണം. ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഒരുപക്ഷെ സെൻകുമാർ സാർ നോക്കിയിട്ടുണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത് സത്യവാ. വളരെ ഗുരുതരമായ ഒരു കാര്യമുണ്ട്. ആ ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ഹിന്ദു കുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഞാൻ പച്ചയായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിൽ. ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോളേജുകളിലും SFIക്കാർ പീഡിപ്പിക്കുന്നത് ഹിന്ദു കുട്ടികളെയാണ്. എന്നോട് എൻ്റെ ബന്ധുക്കളായ കുട്ടികൾ വന്ന് പറഞ്ഞത്, നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് തൊടാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അന്ധവിശ്വാസമാണ്, മിത്താണ്, നിങ്ങൾ പോകരുത്, നിങ്ങൾ SFIയുടെ കൊടിക്കീഴിൽ അണിനിറന്നവരാ. എന്നാൽ അതേ സമയത്ത് പള്ളിയിൽ പോവാം, ഒരു വിഷമവുമില്ല, തലയിൽ തട്ടമിടാം, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ കണ്ടില്ലേ കേരളത്തിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിന്, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പേര് കണ്ടില്ലേ? ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അറവുശാലകളാണ്. മാടിനെ അറക്കുമ്പോൾ വെള്ളം കൊടുക്കും, മാടിനെ അറക്കുമ്പോൾ വെള്ളം കൊടുക്കും. വെള്ളം ചോദിച്ചിട്ട് വെള്ളം പോലും ആ പാവം സിദ്ധാർത്ഥന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാ. എന്നിട്ടും ഈ ഞാൻ വളരെ വിഷമത്തോട് പറയാം, എന്നിട്ടും ഇവന്മാരൊക്കെ ഒരു വിഷമവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ഭരണം നടത്തുക, ഒരു വിഷമവും ഇല്ലാതെ ഇടതുപക്ഷ നീതി നടപ്പാക്കുക. ഇതാണോ നീതി? ഈ കാട്ടുമൃഗത്തിൻ്റെ സ്വഭാവമാണോ നീതി? എന്നിട്ട് ഇവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി പോവുക. ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ 306 എങ്ങനെയാണ് നിൽക്കുക. ഞാനിപ്പോൾ 3 കേസ് എൻ്റെ 306 കഴിഞ്ഞ ദിവസം ആർഗ്യൂ ചെയ്തതാണ്. അതിൽ 2 കേസ് വെറുതെ വിട്ട 306 നിൽക്കാൻ വളരെ സാധ്യത കുറവാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ റോങ്ഫുൾ കൺഫൈൻമെൻറ്റും അതുപോലെ 324 323 ഒക്കെ ഉള്ള കേസിൽ എങ്ങനെ 306 നിൽക്കുക? അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമായ ആസൂത്രണം നടക്കുകയാണ്. ആ ആസൂത്രണത്തിലൂടെ ഇവന്മാരെ മുഴുവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ്. നമുക്കെല്ലാവർക്കും അറിയാം SFI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിടികിട്ടാപ്പുള്ളിയാ. ഇന്നത്തെ ഒരു പത്രം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പിടികിട്ടാപ്പുള്ളി. പക്ഷെ അയാൾ പരസ്യമായിട്ടാണല്ലോ ഗവർണറെ തെറി വിളിക്കാനും പോലീസിനെ എതിർക്കാനും, ആ പോലീസ് എൻ്റെ മോനെ കുഞ്ഞെ വാടാ നിനക്ക് മുലപ്പാൽ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഈ കേരളത്തിൽ. ഒരു ഓട്ടോറിക്ഷക്കാരൻ വഴിയിൽ ലൈൻ തെറ്റിച്ചാൽ പോലീസ് പിടിച്ചകത്തിടും. ഒരു പിടികിട്ടാപ്പുള്ളിയെ ഈ കേരളത്തിൽ SFIയുടെ ആർഷോ. അപ്പോൾ ഇവരൊക്കെ പിടികിട്ടാപ്പുള്ളിയായിട്ട് നടക്കുക, വളരെ കൂളായിട്ട് പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇവൻ്റെയൊക്കെ ജീവിതം. അനിൽ നമ്പ്യാരെ വളരെ ദുഃഖമുണ്ട്. കേരളത്തിലെ മാതാപിതാക്കളോട് ഞാൻ ഈ ചർച്ചയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഈ കേരളത്തിലെ ക്യാമ്പസിൽ ഇനി നമ്മുടെ കുട്ടികളെ വിടണമെങ്കിൽ SFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതാവണം. ഒന്നുകിൽ ഈ ക്യാമ്പസിലെ ഷൻ ദ പൊളിറ്റിക്സ് ഫ്രം ക്യാമ്പസ് എന്ന് പറഞ്ഞിരുന്നു പണ്ട് മൊറാർജി ദേശായി. എനിക്കതാ പറയാനുള്ളത്, ഷൻ ദ പൊളിറ്റിക്സ് ഫ്രം ദ ക്യാമ്പസ്. ഇതിനാണ് രാഷ്ട്രീയമെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയം ആവശ്യമില്ല. ഒരു കൊച്ചിനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കോളേജിലേക്ക് വിടുന്നത്. ഇത് ആൾക്കൂട്ടക്കൊല, ആത്മഹത്യ. ഇത് ആൾക്കൂട്ടക്കൊലയുമല്ല ആത്മഹത്യയുമല്ല, ഇത് കൃത്യമായ കൊലപാതകമാണ്. SFI എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് 28 വർഷം മുമ്പ് പമ്പാ നദിയിൽ 3 പിഞ്ചു കുട്ടികളെ കല്ലെറിഞ്ഞു കൊന്നവന്മാരാണ് ഈ കള്ളന്മാർ. അന്ന് നായനാരുടെ മന്ത്രിസഭയിൽ TM ജേക്കബ് എഴുന്നേറ്റ് എന്ന് ചോദിച്ചു,
അന്ന് ടി എം ജേക്കബ് എഴുന്നേറ്റ് നിന്ന് ഈ കുട്ടികളുടെ കാര്യം ചോദിച്ചപ്പം നായനാരെന്ന് പറഞ്ഞത് നിങ്ങളുടെ മക്കളൊന്നും അല്ലല്ലോ എന്നാ. ഇതാണ് ഈ കേരളം. അന്ന് നിർത്തേണ്ടതായിരുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. 3 പിഞ്ചു കുട്ടികളെ, കിമ്മിനെയും കരുണാകരനെയും അടക്കം 3 കുട്ടികളെ പമ്പയാട്ടില് ചവിട്ടിത്താഴ്ത്തിയില്ലേ, കൊന്നില്ലേ, കലാലയ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ടോ. എന്നിട്ട് കേരളം എന്താ ചെയ്തത്? കരഞ്ഞോ? ഈ കേരളം എന്താ ചെയ്തത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്ര മരവിപ്പാണോ മനസ്സിന്? ഒരു ടീച്ചർ, നമ്മുടെ സരസു ടീച്ചർ, നാട്ടികയിൽ താമസിക്കുന്ന സരസു ടീച്ചർ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്തൊരു കഷ്ടമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശ്മശാനം ഉണ്ടാക്കുകയാണ്, കുഴിമാടം ഉണ്ടാക്കുകയാണ്. ടീച്ചർക്ക് കുഴിമാടം, ടീച്ചർമാരുടെ കസേര കത്തിക്കുക, ടീച്ചർമാരെ അടിക്കുക, ടീച്ചർമാരെ ഇടിക്കുക, ടീച്ചർമാരെ പേടിപ്പിക്കുക. എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ പറയാം. പല ടീച്ചർമാരും ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നവരാ. കേരള കോളേജിൽ ആ കട്ടെടുത്ത് കവിത എഴുതിയൊരു സ്ത്രീ ഇല്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നാട്ടിലൊക്കെ നടന്ന് ഞാൻ വലിയ കവിയത്രിയാണ്, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയാണ്, ഞാൻ വലിയ DYFI ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കള്ളത്തരം കാണിച്ച് നാട്ടുകാരുടെ കവിത കട്ടെടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദീപാ നിശാന്ത്. അത് അനിൽ നമ്പ്യാർക്ക് അറിയാമെങ്കിൽ പറഞ്ഞോ, ഞാൻ ഓർക്കുന്നില്ല. ആ സ്ത്രീ ദീപാ നിശാന്ത്. ഞാൻ ഈ കേരള കോളേജിൽ പഠിച്ചയാളാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം എൻ്റെ ഈ 2 കൈയും കലാലയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ SFIക്കാർ തല്ലി ഓടിച്ചതാണ്. എൻ്റെ 2 കൈകളും. ഞങ്ങളാരും തിരിച്ചു ചെയ്യാൻ പോയില്ല. തിരിച്ചു ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാണ്ടല്ല. ഞങ്ങളുടെ കൈ തല്ലി ഓടിച്ചവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാനുള്ള ശക്തിയൊക്കെ ഉള്ള പ്രസ്ഥാനമാണ് നമ്മൾ. ഈ കേരള കോളേജിൻ്റെ ചുറ്റും ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുള്ള ആളുകളുണ്ട്. പക്ഷെ കലാലയത്തിൽ അപകടം, ഈ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങളാരും തിരിച്ചു ചെയ്തില്ല. ഞാൻ കോളേജിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന് വീണ്ടും കോളേജിലെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കേട്ടത് എന്താണെന്നറിയോ? ഒരു വിദ്യാർത്ഥിയെ ഈ ദീപാ നിശാന്ത് എന്ന് പറയുന്ന സ്ത്രീ അവർ വിളിച്ചു അത്ര എനിക്കൊന്ന് കാണണമെന്ന്. ആ ദീപാ നിശാന്ത് എന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചിട്ട് SFIക്കാർക്ക് ഇട്ട് കൊടുക്കുക, തല്ലിക്കോ പറഞ്ഞിട്ട്. ഒരു ടീച്ചറാണോ ഇവർ? ആ പയ്യൻ അടി കിട്ടിയിട്ട് കുന്നുംകുളത്ത് മറ്റുള്ളതാ, അടി കിട്ടിയിട്ട് അശ്വിനി ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയി. എന്നോട് പറയാ ദീപാ നിശാന്ത് ടീച്ചർ വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത് ചേട്ടാ. ആ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ അതിന് ചുറ്റിനും ഒരു 10-20 SFIക്കാർ വടികളായിട്ട് നിൽക്കുമായിരുന്നു. ടീച്ചർ പറഞ്ഞു ഇതാ ഇവനെ തല്ലിക്കോന്ന് പറഞ്ഞ് ടീച്ചർ പോയിന്നാ. ഇതൊക്കെ ഒരു ക്രൂരതയിൽ എന്ത് ടീച്ചറാ? ഇങ്ങനത്തെ ടീച്ചർമാരാണ് ഈ നാരായണനെ പോലെയുള്ള നാണം കെട്ട ഡീനുമാരും ടീച്ചർമാരും കുറേ എണ്ണം ഉണ്ട്. അതെ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തിൻ്റെ നാരായ പേര് എങ്ങനെയാണോ ത്രിപുരയിൽ കളഞ്ഞത്, ഇല്ലാതായത്, എങ്ങനെയാണോ ബംഗാളിൽ ഇല്ലാതായത്, അത് ഈ കേരളത്തിൽ ഉണ്ടാവണം. യാതൊരു സംശയവുമില്ല. ഡീൻ പ്രതിയാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു CBI അന്വേഷണം ഇതിലുണ്ടാവണം. ഡീൻ അടക്കം പ്രതിയാണ്. വളരെ കൃത്യമാണ്. 3 ദിവസമാണ് മർദ്ദിച്ചത്. ഈ 3 ദിവസം മർദ്ദിച്ചിട്ടും ഡീൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഡീൻ പ്രതിയാണ്. ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണം ഉണ്ടാവണം. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സഡൻ പ്രൊവോക്കേഷൻ അല്ല. വീട്ടിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ പോയ ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി ഇങ്ങനെ ആക്രമിച്ച് വെള്ളം കൊടുക്കാതെ 3 ദിവസം ആക്രമിച്ച് കൊല്ലണമെങ്കിൽ ആസൂത്രിതമാണ് കൊല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള കൊലപാതകം 302 ആ 302 കൊലപാതകമാണ്. അതിൻ്റെ എവിഡൻസ് ആണ് ഇനി ഉണ്ടാക്കേണ്ടത്. TP നമ്മുടെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ക്ലാസ് മുറിയിൽ എഴുതി വെച്ചില്ലേ? എന്താ എഴുതി വെച്ചത്? സാക്ഷി പറഞ്ഞവനും ഇതേ അനുഭവം. ഇത് തന്നെയാണ് ഈ കോളേജിലെ പല കുട്ടികളും പിന്നിലേക്ക് പോകുന്നത്. ചില ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന കുട്ടികളാണ് ഇപ്പൊ സാക്ഷി പറയാൻ തയ്യാറായിരിക്കുന്നത്. ആസിഫ് അലി സാറിനോട് ഞാൻ പറയാ, ഈ സാക്ഷര കേരളത്തിലെ ഒരു കുട്ടിയും ഇതുവരെ മുമ്പിൽ വന്ന് ധൈര്യമായി പറയാൻ തയ്യാറായിട്ടില്ല. അതേസമയത്ത് നമ്മൾ പുച്ഛിക്കുന്ന UPയിലെയും നമ്മൾ പുച്ഛിക്കുന്ന ഗുജറാത്തിലെയും ബീഹാറിലെയും ഒക്കെ കുട്ടികളാണ് ധൈര്യപൂർവ്വം എന്തിനും തയ്യാറെന്ന് പറഞ്ഞ് രംഗത്ത് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം ആസിഫ് അലി സാർ, നമ്മൾ എന്തുണ്ടെങ്കിലും ഉടനെ UPയെയും ഗുജറാത്തിനെയും ബീഹാറിനെയും അപമാനിക്കുന്നുണ്ടല്ലോ. പക്ഷേ കേരളത്തിലെ കുട്ടികൾ ആ കോളേജിൻ്റെ ക്യാമ്പസിൽ ഇത് കണ്ട് മനസ്സ് നീറിയ പെൺകുട്ടികളുണ്ട്, മനസ്സ് നൊന്ത ആൺകുട്ടികളുണ്ട്.
നിങ്ങൾ വെളിയിൽ വരണം, ഈ കാടത്തം ഇല്ലാതാക്കണം. നിങ്ങളെ ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യില്ല SFI-ക്കാർ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ ഒരു സഹപാഠിയാണ് കൊന്നത്, വെറുതെ കൊന്നതല്ല, ക്രൂരമായ കൊന്നത്. നിങ്ങൾക്കൊരച്ഛനും അമ്മയും ഉണ്ട്, അയാൾക്കും ഉണ്ട് ഒരച്ഛനും അമ്മയും. നാളെ നിങ്ങൾക്ക് ഇത് ആവർത്തിക്കും. അതുകൊണ്ട് അനിൽ നമ്പ്യാർ, ഇത് വളരെ കൃത്യമായ, സംഘടിതമായ, കൃത്യമായ രൂപമുള്ള, വളരെ വളരെ ആലോചിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകമാണ്. അതിലെ ആ ഡീൻ പ്രതിയാണ്, കൃത്യമായ പ്രതിയാണ് ഡീൻ. അതുകൊണ്ട് ആര് രക്ഷിക്കാൻ നോക്കിയാലും ഡീനിനെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരള പോലീസ് ഇരുട്ടിൽ തപ്പും, കേരള പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും അനിൽ നമ്പ്യാരെ എന്ത് വില കൊടുത്തും CBI-യെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇത് CBI അന്വേഷിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഇത് CBI അന്വേഷിക്കണം, CBI അന്വേഷിച്ചിരിക്കും. ഈ മാതാപിതാക്കൾക്ക് നീതി കൊടുക്കും. ഒരു ഗവർണർ, നട്ടലുള്ളൊരു ഗവർണർ, ആ ഗവർണറാണ് നീതി നടപ്പാക്കിയത്. ആ ഗവർണർ SFI-ക്കാരെ ക്രിമിനൽ എന്ന് വിളിച്ചപ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളിയല്ലോ. വാസ്തവത്തിൽ ക്രിമിനൽ അല്ല, ബ്ലഡി ക്രിമിനൽസ് ആണ് SFI-ക്കാർ, ബ്ലഡി ക്രിമിനൽസ്. അതുകൊണ്ട് ഇവരെന്ത് നാടകം കളിച്ചാലും, ഇവരെന്ത് കണ്ണില് പൊടിയിടാൻ ശ്രമിച്ചാലും അത് നടക്കില്ല, ഒരു കാരണവശാലും നടക്കാൻ അനുവദിക്കില്ല ഈ കേരളത്തില്. ശ്രീജിത്ത് പണിക്കർ, തെളിവെടുപ്പ് പ്രഹസനം അത് നമ്മൾ കണ്ടു ഇന്നലെ. എന്തോ വലിയ മാരകായുധങ്ങൾ കണ്ടെടുത്ത പോലെയായിരുന്നു പോലീസ് ഈ പ്രതികളെയും കൊണ്ട് നടന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തരേന്ത്യക്കാരായ 2-3 വിദ്യാർത്ഥികളാണ് പോലീസിന് മൊഴി കൊടുക്കാൻ തയ്യാറായത്. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് മൂകസാക്ഷികളായ ക്ലാസ്മേറ്റ്സോ റൂംമേറ്റ്സോ മുന്നോട്ട് വന്നിട്ടില്ല. കേസിൽ സാക്ഷിമൊഴികൾ നിർണായകമാണ്. മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള ഉത്സാഹം നിലവിലുള്ള അന്വേഷണ സംഘം കാണിക്കുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇത് മറ്റൊരു കാര്യം കൂടി, കുറച്ച് മുമ്പ് ഈ ദേശാഭിമാനിയുടെ ഓൺലൈനിൽ കുറച്ച് പെൺകുട്ടികളെ ഇറക്കിയിട്ടുണ്ട്. താങ്കൾ അത് ശ്രദ്ധിച്ച് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് വ്യാജ MSF-കാരനെ ഇറക്കിയല്ലോ, അത് പൊളിഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ ഒരു 3-4 പെൺകുട്ടികൾ ഈ കോളേജ് ഹോസ്റ്റലിൻ്റെ മുന്നിലാണെന്ന് തോന്നുന്നു, അവർ നിന്നങ്ങ് പ്രസംഗിക്കുക. ഈ സിദ്ധാർത്ഥൻ ആ പെൺകുട്ടിയോട് എന്തോ വലിയ പാതകം ചെയ്തു എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രസംഗം. അപ്പോൾ ഒരു ഭാഗത്ത് കൃത്യമായി ഈ സിദ്ധാർത്ഥനെ മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതും ഈ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? ശ്രീ അനിൽ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇത് അന്വേഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംവിധാനമോ ഒക്കെ തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്നത് CPM ആണ്. CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ താല്പര്യപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണം ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന മറ്റു പല അന്വേഷണം പോലെ തന്നെ ഗതി മാറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തന്നെയുമല്ല, ഈ വിഷയത്തിൽ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സാക്ഷിമൊഴി എന്ന് പറയുന്നത് വളരെ വൈറ്റൽ ആയതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക് ഭയരഹിതമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അവർ എന്താണോ കണ്ടത് ആ വിവരങ്ങൾ പറയുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാകണം. സംസ്ഥാനത്തിന്റെ പോലീസാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് എങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി ആ വിദ്യാർത്ഥികൾക്കോ ആ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഒരുപക്ഷെ ഒരു ബാഹ്യ പ്രേരണ കൊണ്ട് തന്നെ അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ പരിഗണിക്കേണ്ടതാണ്. കാരണം അന്വേഷിക്കുന്നത് കേരള പോലീസാണ്. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ സർക്കാരാണ്. അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സാമാന്യ യുക്തി മാത്രം മതി അത് മനസ്സിലാക്കുന്നതിന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാവുന്ന ഏതാണ്ട് 130ഓളം വിദ്യാർത്ഥികൾ ഇതിന് സാക്ഷികളാണ് എന്ന് പറയുന്നു. അപ്പൊ അത്രയും വിദ്യാർത്ഥികളുടെ സാക്ഷിമൊഴി ഏകപക്ഷീയമായി മാറുന്നതിനുള്ള സാധ്യത കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയമല്ല എന്ന് ആദ്യം തന്നെ സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെയുമല്ല, ഈ രീതിയിലുള്ള ഒരു അട്ടിമറി ഈ കേസിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് ഈ തെളിവെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രഹസനം വിരൽ ചൂണ്ടുന്നത്. കാരണം നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത് എന്താണ്, അതിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ വന്നിരിക്കുന്നതിൽ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വയറുകൾ എടുത്തുകൊണ്ട് പോകുന്നു, ഗ്ലൂഗൺ എടുത്തുകൊണ്ട് പോകുന്നു, അതല്ല എങ്കിൽ അവിടെ പോകുന്നു. അതെ, അപ്പൊ ഇതൊക്കെ കൊണ്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള മാരകമായിട്ടുള്ള
പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ സമർത്ഥിക്കാൻ നാളെ ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരുടെ അഭിഭാഷകർക്ക് കോടതിയിൽ സാധിച്ചേക്കാം. അപ്പൊ ഈ സാധ്യതകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ നീതി നടപ്പാക്കണമെന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി വളരെ സമാധാനത്തോടു കൂടിയും സ്വാതന്ത്ര്യത്തോടും കൂടി വിദ്യാഭ്യാസത്തിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് കരുതുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഒരു വേദന എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ മാത്രം വേദനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഷെയർ ചെയ്യുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാര്യം വേലി തന്നെ വിളവ് തിന്നുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഡീനിനെതിരെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡനെതിരെ അവിടെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുശോചന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസംഗത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പല മാധ്യമ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിൽ അദ്ദേഹം ഈ വിവരങ്ങളൊന്നും തന്നെ നമ്മൾ മറ്റാരോടും പറയാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് വിദ്യാർത്ഥികളോട് പറയുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ നിങ്ങളുടെ വാ മൂടിക്കെട്ടിക്കോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം നൽകുന്നതായിട്ട് മാത്രമേ അതിനെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ ഇവിടെ പോലീസിന്റെ സർവേലൻസ് ഉണ്ടെങ്കിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഈ അന്വേഷണ സംഘത്തിനോട് സഹകരിക്കണം എന്നാണ് ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്നതെന്ന് ഡീൻ പറയേണ്ടത്. പക്ഷെ അത് പറയുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആരോപണങ്ങളും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നതിൽ അദ്ദേഹം മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച കാണിച്ചു എന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ. തന്നെയുമല്ല, അദ്ദേഹത്തിനോട് VC ചോദിച്ചിരുന്ന ഒരു വിശദീകരണം ആരാഞ്ഞതിന് മറുപടിയായിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്. അതല്ല എങ്കിൽ അതൊന്നും തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയല്ല. നമ്മൾ കണ്ടതാണ് ഡീൻ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം പറയുന്ന സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഡീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനല്ല എന്നും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന പണിയല്ല തന്റേത് എന്നും പറയുന്നു. അതിനുശേഷം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീടിന്റെ അയൽവക്കക്കാരൻ ഏത് രീതിയിലാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമേ ഇവിടെ ഡീനിന്റെ ഭാഗത്തു നിന്നുള്ളൂ. അപ്പൊ എന്താണ്, ഒരു മരണ വീടിന്റെ അടുത്തുള്ള ഒരു അയൽവക്കക്കാരനാണോ ഡീൻ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ഡീൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും കോളേജിൽ തമ്മിലുള്ള ദൂരം 500 മീറ്ററാണ്, 1/2 കിലോമീറ്റർ ഉണ്ട്, ഞാൻ ഇവിടെ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കാനായിട്ട് യോഗ്യനല്ല എന്നാണ്. ഡീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടും സമാധാനപരമായിട്ടും ആ ക്യാമ്പസ് കൈകാര്യം ചെയ്യുക, അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുക എന്നുള്ളതാണ്. എങ്കിൽ അത് സമഗ്രമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്തേണ്ടതുണ്ട്. അതവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ അവിടെ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അവിടെ ചെല്ലുന്നു, അവിടെ നിന്ന് ഈ കെട്ടഴിച്ച് ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നു, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ചിയേഴ്സ് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല കേട്ടോ. ചിയർ വിത്ത് SFI ഇനാഗുറേഷൻ ഡോക്ടർ MK നാരായണൻ പോസ്റ്റർ കണ്ടല്ലോ താങ്കൾ? തീർച്ചയായിട്ടും. കാന്തദാസു ഇത് തന്നെയാണെന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഹോസ്റ്റലിൽ വന്നിരുന്ന് മദ്യപിക്കുക, അയാളുടെ റൂമിൽ ഇവരെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് അവിടുത്തെ കലാപരിപാടികൾ. അല്ല, അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. അതായത് നമ്മൾ വിദ്യാർത്ഥികളോട് നിങ്ങൾ സ്വയം ഗാഗ് ചെയ്തിട്ട് ഈ വിഷയത്തിനെ പറ്റി മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംസാര രീതി, അദ്ദേഹത്തിന്റെ ഇടപെടൽ, ഏത് സന്ദർഭത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് തന്നെ ഒരു ബോധമുണ്ടോ എന്ന് പോലും സംശയം തോന്നും. കാരണം നമ്മളൊന്ന് അറിയേണ്ടത്, ഇത് ഒരു 3 ദിവസമായിട്ട് ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു. 16-ാം തീയതി ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്ന ഒരാൾ 16, 17, 18 തീയതികളിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് ആ വിഷയം പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഡീനിന് ഒന്നും അറിയില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ശേഷം താൻ ചില ഇടപെടലുകൾ നടത്തി എന്നതല്ലാതെ ഈ വിഷയത്തിൽ ഡീനിന്റെ വേർഷൻ എന്താണ്? അദ്ദേഹം അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ടൊക്കെ എന്തായാലും സംസാരിച്ചിരിക്കാം. അപ്പൊ അങ്ങനെ സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെ പറ്റി പോലും അദ്ദേഹം VCയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളോട് യഥാസമയം സംസാരിച്ചു, ആവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്താണ് ഈ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവർ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഒരു പ്രശ്നരഹിത ക്യാമ്പസ് ആണ്, ഇവിടെ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നാണ്. നോക്കൂ, അങ്ങനെ പ്രശ്നരഹിതമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്, അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് എങ്കിൽ അത് ഡീനിനെ ഞെട്ടിപ്പിക്കേണ്ടതാണ്.
ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഭീതി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാനും കഴിയണം. നേരെ മറിച്ച് ഇവിടെ ആ രീതിയിലുള്ള ഒരു കാര്യമില്ല. അദ്ദേഹം വളരെ കൂളായിട്ട് നിന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി അഥവാ വിദ്യാർത്ഥികൾ ആരും തന്നെ അദ്ദേഹത്തിനോട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ 3 ദിവസമായിട്ട് അവിടെ ഒരു പയ്യൻ കൊടിയ പീഡനത്തിന് വിധേയനാകുന്നു എന്ന അറിവുള്ള വിദ്യാർത്ഥികൾ എന്തുകൊണ്ടായിരിക്കാം അത് ഡീനിനെ അറിയിക്കാതെ പോയത് എന്നുള്ളത് ചിന്തിക്കേണ്ടേ? ഡീനിനെ അറിയിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ആ വിദ്യാർത്ഥികൾ ചിന്തിച്ചത് എങ്കിൽ ഒരുപക്ഷെ അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർ സ്വയം എക്സ്പോസ് ചെയ്യപ്പെടുകയായിരിക്കാം. നാളെ ഒരുപക്ഷെ അവരും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇരയായി മാറിയേക്കാം. ഈ രീതിയിലുള്ള ഭീതി ഉണ്ടാകും. ഈ കുട്ടികളിൽ പലരും ഒരുപക്ഷെ അവരുടെ പേരൻസിനോട് ഈ വിഷയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ ഈ വിദ്യാർത്ഥികൾക്കും അവർ വഴി ആ രക്ഷിതാക്കൾക്കും ഉണ്ട് എങ്കിൽ കാര്യങ്ങളെല്ലാം പോയി ഒരു ഭയവും കൂടാതെ മറ്റുള്ള ആൾക്കാരോട് അറിയിക്കണമെന്ന് ഒരിക്കലും ഈ രക്ഷകർത്താക്കൾ പറയുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഡീൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന നോക്കൂ, നമ്മളെ ഞെട്ടിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് 16-ാം തീയതി സിദ്ധാർത്ഥൻ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റു എന്ന് പോലീസ് പറയട്ടെ എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അന്വേഷണ ഏജൻസി ആയിട്ടുള്ള കേരള പോലീസിലാണ്. നേരെ മറിച്ച് അദ്ദേഹം തന്നെ ഒറ്റ മിനിറ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീജിത്ത്. ഞാൻ ഇദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിന് പരാതി കൊടുത്തില്ല എന്നാണ്, പരാതിപ്പെട്ടില്ല എന്ന്. നോക്കൂ, അല്ല അത് അദ്ദേഹം ആ ഒരു രീതിയിൽ മാത്രമല്ല പറയുന്നത്. സിദ്ധാർത്ഥൻ ഡീനിന് പരാതിപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറയുന്നത് 17-ാം തീയതിയും 18-ാം തീയതിയും തന്റെ വീട്ടിൽ തന്റെ വീട്ടുകാരോട് സിദ്ധാർത്ഥൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവരോട് പോലും താൻ ഇങ്ങനെയുള്ള ഒരു പീഡനത്തിന് വിധേയനാവുകയാണ് എന്ന് പറഞ്ഞില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതൊരു സാഹചര്യത്തിലായിരിക്കാം സിദ്ധാർത്ഥനുള്ളത്, ആരോഗ്യം, അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരുപക്ഷെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന ഒരാൾ മുക്കിയും മോളിയും എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലും അവർ പറയുന്നതനുസരിച്ചായിരിക്കും എന്ന് ഊഹിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഒരു ഡീനിന് ഇല്ലാതെ പോയോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരാളിന്റെ മേൽ അദ്ദേഹത്തിന്റെ ഒരു വീഴ്ചയായിരുന്നു ഈ കാര്യം പുറത്തറിയാത്തത് എന്ന രീതിയിലത്തേക്ക് ആരോപണം കൂടി ചുമത്തുകയാണ്. അപ്പൊ ആ രീതിയിലത്തേക്ക് മരണപ്പെട്ടു പോയ ഒരാളിന്റെ പുറത്തേക്ക് വീണ്ടും കുറേയധികം അയാൾ ഇന്നത് ചെയ്തില്ല, മറ്റേത് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അറിയുമായിരുന്നു, വീട്ടുകാർ അറിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ഒരാളിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കൂടി ഇദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 16-ാം തീയതി കൊടിയ പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറയട്ടെ എന്നാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് താൻ ഒരു വെറ്ററിനറി സർജൻ ആണ് എന്ന്. എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആരാണ്? ഒരു ഫോറൻസിക് സർജൻ അല്ലേ? അപ്പൊ ശാസ്ത്രീയമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ, അതായത് 3 ദിവസമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല, കൊടിയ പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് പോലും കേരള പോലീസ് പറഞ്ഞെങ്കിൽ മാത്രമേ ഡീൻ അത് കണക്കിലെടുക്കുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അടിമയാണ് എന്ന രീതിയിലത്തേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് മറ്റൊരു കാര്യവും വേണ്ട. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെ വിളവ് തിന്നുന്ന വേലികൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ ഉണ്ട് എങ്കിൽ പിന്നെ എന്ത് രീതിയിലുള്ള സംരക്ഷണമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടത്? ഒരു ഡീൻ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അല്ല എന്ന് പറയുമ്പോൾ ഈ രക്ഷകർത്താക്കളാണെങ്കിലും അവിടെ പറയണം, ആ അവിടെ താമസിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം പിന്നെ ആരാണ് നോക്കേണ്ടത്? അത് നോക്കേണ്ടത് ഇന്റലിജൻസ് ബ്യൂറോ ആണോ, അല്ലെങ്കിൽ റോ ആണോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അപ്പറാറ്റസ് ആണോ അത് നോക്കേണ്ടത്? അത് നോക്കാൻ അവിടെ ഒരു മാർഗമില്ല എങ്കിൽ അത് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മാറുകയാണ്. ഇപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടത് ഹോസ്റ്റലിലെ മെസ്സിൽ വന്നിട്ടാണ് എന്ന് ഡീൻ പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ വിദ്യാർത്ഥികളോട് സംസാരിച്ചു എന്ന്. വിദ്യാർത്ഥികൾ പറയുന്നത് എന്താണ്? ഭക്ഷണം ഹോസ്റ്റലിന്റെ സെക്രട്ടറിയും അവിടുത്തെ കുക്കും കൂടി ഇദ്ദേഹത്തിന്റെ മുറിയിൽ, സിദ്ധാർത്ഥന്റെ മുറിയിൽ കൊണ്ടുകൊടുത്തു എന്നാണ്. അപ്പൊ ആ കാര്യത്തിനെ പറ്റി പോലും അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നതും ഡീൻ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രീതിയിലുള്ള വൈരുദ്ധ്യമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം ഈ സംഭവം നടന്ന ദിവസമോ അതിന് പിറ്റേന്നുമാണ് പറയുന്നതെങ്കിൽ കുറച്ചധികം സോഴ്സിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ പുറത്താണ് ഇവരൊക്കെ ഇത് പറയുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നമ്മൾ ഈ ഡീനിന്റെ ഒക്കെ പ്രതികരണം കാണുന്നത് ഈ മരണം നടന്നതിന് ശേഷം 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം, പരാതി അവിടെ ലഭിച്ചിട്ടില്ല എന്ന് പറയുക, ഈ മർദ്ദനത്തിന് വിധേയനായിരിക്കുന്ന ആളിന് പരാതിപ്പെടാനുള്ള സാഹചര്യമുണ്ടോ, ശാരീരികാവസ്ഥയുണ്ടോ എന്നതിനെ പോലും പരിഗണിക്കാതെ അയാളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഡീൻ എന്ന രീതിയിലല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പദവിയിലും, അത് അവിടെ ഒരു സ്വീപ്പറായിട്ടോ ഒരു ക്ലീനറായിട്ടോ പോലും അവിടെ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അർഹതയോ അവകാശമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ തന്നെ കുറച്ചധികം മാനുഷിക മൂല്യങ്ങളുടെ പേരിൽ കൂടി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ്. നമ്മളറിയാമല്ലോ, ഇത് വളരെ സയന്റിഫിക് ആയിട്ട് കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇപ്പൊ ശാസ്ത്രം പഠിപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ ബോധവും പരസ്പര ബഹുമാനവും എല്ലാം തന്നെ ഉണ്ടായി നല്ല ഉന്നത പൗരബോധമുള്ള
ആൾക്കാരായിട്ട് നാളെ വരേണ്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ ഈ രീതിയിൽ ദുഷിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ ഉണ്ടാവുക, അതിന്റെ ചൂട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരുണ്ടാവുക, അതിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റു മേലധികാരികൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വിഷം വിളയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാഠം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പൂക്കോട് എഞ്ചിനീയറിംഗ് കോളേജിനെ പൂക്കോട് വെറ്ററിനറി കോളേജിനെ മറ്റൊരു രീതിയിലത്തേക്കും കാണാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു ശുദ്ധീകരണം നടത്തി അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് കാണിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വളരെ വൈകി. അവിടെ നിന്ന് ഒന്നും ഉണ്ടായില്ല. ആ സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി VC പുറത്താക്കിയ ഗവർണർ പിന്നീട് വന്നിരിക്കുന്ന പുതിയ VC അവിടെ വിശദീകരണങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം ഡീനിനെയും മറ്റ് അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തീരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്വേഷണം ഏത് ഗതിയിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രേയനൻ. യെസ്, അഡ്വക്കേറ്റ് ആസഫ് അലി, താങ്കൾക്ക് പോകേണ്ടതാണെന്ന് അറിയാം. ഒറ്റ കാര്യം, എന്തായാലും അടുത്ത ദിവസം തന്നെ സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകും, ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണം എന്ന്. എന്തായാലും ഈ ഒരു സ്റ്റേജിൽ സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറില്ല. ഇനി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇതൊരു ഏർലി സ്റ്റേജാണ്, ഇൻവെസ്റ്റിഗേഷൻ്റെ ഏർലി സ്റ്റേജാണ്. അതുകൊണ്ട് ഇപ്പം അന്വേഷണത്തിന് ഉത്തരവിടാനാവില്ല. അങ്ങനെ ഒരു നിലപാട് എടുക്കുമോ? എന്തായിരിക്കും CBI അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ, സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അനുവദിച്ച് കിട്ടാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഈ കേസിൽ CBI അന്വേഷണം മാത്രമല്ല, ഒരു ജുഡീഷ്യൽ എൻക്വയറി ആവശ്യമാണ്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോൾ ആ ക്യാമ്പസിൻ്റെ മൊത്തം ചുമതലയുള്ള, ഇവിടെ നമ്മൾ സംസാരിച്ച സ്റ്റുഡൻസ് വെൽഫെയർ ഡീൻ എന്നാണ്. ആ ഡീനിന് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അറിയുന്ന ഡീനും ആ കോളേജിലെ മറ്റ് അധ്യാപകന്മാരുടെയും റോള് വളരെ വലുതാണ്. അത് കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളെല്ലാം ഈ സംഭവത്തെക്കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ക്യാമ്പസുകളിൽ കൂടി നടക്കുന്ന ഈ ടെററിസത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഒരു സേഫ്റ്റി വാൾവായിട്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് സഹായമാകുന്നതാണ്. നമ്മളിപ്പോൾ നെടുങ്കണ്ടത്തെ പോലീസ് കസ്റ്റഡി മരണം ശരിക്കും അന്വേഷിച്ച ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ ഒരുപാട് നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി. ഇനി സെക്കൻഡ്ലി CBI അന്വേഷണം വെസ്റ്റ് ബംഗാളിലെ ഒരു കേസിൽ ഭരണഘടനാ ബെഞ്ച് ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ CBI എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തിലെ അന്വേഷണ ഏജൻസിയാണ്. CBI സെൻറ്റേർഡ് ഇൻ ഡൽഹി. അപ്പം മറ്റൊരു സംസ്ഥാനത്തിലെ അന്വേഷണ ഏജൻസിക്ക് കേസ് അന്വേഷണം, ഡിറ്റക്ഷൻ, അന്വേഷണം എന്നെല്ലാം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഒരു പ്രൊറോഗേറ്റീവാണ്. അപ്പം സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാവുന്ന, സംസ്ഥാന പോലീസിന് മാത്രം ചെയ്യാവുന്ന ഒരു സംഗതി ഒരു കേന്ദ്ര ഏജൻസി കേൾപ്പിക്കണമെങ്കിൽ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന പരമപ്രധാനമായ 2-3 ഘടകങ്ങൾ ഈ കേസിൽ ബാധകമാണ്. ഈവൺ ഇഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഈസ് കണ്ടക്ടിങ് പ്രോപ്പർലി ബട്ട് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഓഫ് ദി വിക്ടിം, ഇതിൽ ദുരിതം അനുഭവിച്ച ഇരക്ക് ഈ കേസിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എങ്കിൽ ആ അന്വേഷണം, ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെയും ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ദാറ്റ് ടു എ കേസ് ലൈക്ക് ദിസ്, ഇതുപോലുള്ളൊരു കൊലപാതകത്തെ കുറിച്ച് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കിട്ടുകയും അതിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഏതൊരു പൗരന്റെയും ഭരണഘടനാപരമായ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആ കേസിൽ ഈ കേരള സർക്കാർ, ഇനി കേരള ഗവൺമെന്റ് CBI അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കാരണം മാത്രം മതി ഹൈക്കോടതിക്ക് ഇതിൽ ഇടപെട്ട് കേസ് അന്വേഷണം CBI ഏൽപ്പിക്കാൻ. കാരണം ആരംഭത്തിൽ തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രഹസനമാണ്. ആ പ്രഹസനത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം കൊടുക്കുമ്പോൾ എല്ലാ തെളിവുകളും ഡിസപ്പിയർ ചെയ്യും. പേരിയ ഇരട്ടക്കൊല കേസ് ആ അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ CBI അന്വേഷണത്തെ എതിർത്തത് സംസ്ഥാന സർക്കാരായിരുന്നു. ആ കേസിന്റെ അന്വേഷണം CBI തന്നെ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും പറഞ്ഞത് അന്വേഷണം കുറച്ചു കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ തെളിവുകളെല്ലാം അപ്രത്യക്ഷമാവും എന്ന കാരണത്താലാണ്. അതുകൊണ്ട് പശ്ചിമ ബംഗാൾ കേസിലെ ഭരണഘടനാ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശം പരിശോധിച്ചാൽ
ഈ കേസ് CBI അന്വേഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ കേസാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ ഒരിക്കലും ബീഹാറിനെയും UP-യെയും ഇടിച്ചു താഴ്ത്തിയതല്ല. ഞാൻ പറഞ്ഞത് സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, അവിടങ്ങളിലുള്ള സാക്ഷരതയും നമ്മുടെ സാക്ഷരതയും നോക്കിയാൽ കേരളമാണ് ലിറ്ററസി നോക്കിയാൽ ഏറ്റവും വോളറ്റൈലായ എൻലൈറ്റൻഡ് ആയ ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ നടന്ന ഈ വലിയ വൻ ഹീനമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ജനങ്ങൾ ഇല്ല എന്ന തോന്നലിലാണ് ഭരിക്കുന്ന കക്ഷി, ഭരണകക്ഷി, ഭരണത്തിന്റെ തണലിൽ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ പാട്രണേജിൽ ഒരു ചെറുപ്പക്കാരനെ അറുകൊല ചെയ്ത് അതിന് ഒത്താശ ചെയ്തിരിക്കുന്ന അക്കാഡമിക് രംഗത്തെ ഉന്നതന്മാരായ ആളുകൾ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിൽ വെച്ച് നടന്ന ഈ ദാരുണമായ കൊലപാതകങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RECയിലെ രാജന്റെ കൊലപാതകത്തെ പോലെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു രാജന്റെ സംഭവത്തെക്കാളും ഭീകരമാണ് സിദ്ധാർത്ഥന്റെ മരണം, സിദ്ധാർത്ഥന്റെ കൊല. കാരണം പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നിരിക്കുന്ന ഡിസ്റ്റോർട്ടഡ് വെർഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, പോലീസ് പറയുന്നത് ആത്മഹത്യാ സ്റ്റോറി പ്രചരിപ്പിക്കുന്നത് പോലീസാണ്. ആരംഭത്തിൽ ശേഖരിക്കേണ്ട ശാസ്ത്രീയ തെളിവുകൾ പോലീസ് നശിപ്പിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഭരണകക്ഷിയുടെ നേതാക്കന്മാരാണ് പ്രതികൾക്ക് വെള്ളപൂശുന്ന പ്രചരണങ്ങൾ നടത്തുന്നത്. ഭരണകക്ഷിയെ കാണുമ്പോൾ കുണിയാൻ പറഞ്ഞാൽ എഴയുന്നവരാണ് കേരള പോലീസ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ മരിച്ച കുഞ്ഞിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് എത്ര കഠോരമാണ്. അയാളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഭരണഘടന പിടിച്ച് സത്യം ചെയ്ത് എല്ലാവർക്കും തുല്യ നീതി കൊടുക്കുമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് ആ മാതാപിതാക്കളുടെ കണ്ണീര് കാണാൻ പോവാൻ സാധിച്ചില്ല. ആരെ പേടിച്ചിട്ടാണ്? കൊലയാളികളെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായി എന്നൊരു ഒറ്റ കാരണത്താലാണ് ആ സംഭവത്തെ അപലപിക്കാൻ മിസ്റ്റർ പിണറായി വിജയന് സാധിക്കാതെ പോയത്. അതുകൊണ്ട് മറ്റ് പല സംഭവങ്ങളെക്കാളും ഉപരിയായി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ SFI എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്, IB ഈഡൻ MP ലോകസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന് പറഞ്ഞതാണ്, SFI ഈസ് എ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്. വെറുതെ പറഞ്ഞതല്ല, നിരവധി സംഭവങ്ങൾ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞത് SFI ഈസ് എ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്. കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കിയത് വിദ്യാർത്ഥി സംഘടനകളാണ്. സെനറ്റിലും സിൻഡിക്കേറ്റിലും വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉണ്ടാക്കിയ സമരം നടത്തിയത് KSU ആയിരുന്നു. ഫീസുകൾ ഏകീകരിച്ചത് KSUവിന്റെ സമരത്തെ തുടർന്നായിരുന്നു. ഡയറക്റ്റ് പേയ്മെന്റ് നടപ്പിലാക്കിയ സമരം നടത്തിയത് KSU ആയിരുന്നു. അങ്ങനെ വിവിധ വിദ്യാർത്ഥി സംഘടന നടത്തിയ ധീരോദാത്തമായ സമരത്തിന്റെ കഥ പറയുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രത്തിൽ കളങ്കമുണ്ടാക്കിയത് ക്യാമ്പസുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടക്കൊല ചെയ്യുവാൻ പോലും ധൈര്യം കാണിക്കുന്ന മടിക്കാത്ത ഒരു ഭീകര സംഘമായി SFI മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് അവസാനത്തെ വിദ്യാർത്ഥി ആയിരിക്കണം ക്യാമ്പസിൽ നിന്ന് SFIയുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെടുന്നത്. അത് അന്വേഷിക്കണമെങ്കിൽ ഒരു CBI അന്വേഷണം മാത്രമല്ല, ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണം. കേസ് അന്വേഷണം ഒരു ഔട്ട്സൈഡ് ഏജൻസി നടത്തണം. യഥാർത്ഥ പ്രതികൾ എത്ര വില്ലന്മാരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ സാധിക്കണം. കേസ് അന്വേഷണം എന്ന് പറയുന്നത് ഒരു സേക്രഡ് ജോബാണ്. ബഹുമാന്യനായ ശ്രീ സെൻകുമാർ ഇവിടെ ഇരിക്കുന്നില്ലേ, അദ്ദേഹം എല്ലാം എത്ര സത്യസന്ധമായി കേസ് അന്വേഷണം നടത്തിയതാണ്. കേരള പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടക്കുന്ന ഭീകരതയാണ് SFI ക്യാമ്പസുകളിൽ നടത്തുന്നത്. അതിന് ഒത്താശ ചെയ്യുന്ന, ആ പ്രതികളെ ഭയപ്പെടുന്ന, ആ പ്രതികളെ യജമാനന്മാരുടെ കീഴിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഈ പോലീസിന്റെ കൊള്ളരുതായ്മയാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ആവശ്യമാണ്, ഒരു CBI അന്വേഷണം ആവശ്യമാണ്. ഇതിന്റെ ലാർജർ ആസ്പെക്ട്, ക്യാമ്പസുകളിൽ നടക്കുന്ന ലാർജർ ആസ്പെക്ട്, കേരളത്തിലെ ഈ 2-3 സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ഭീകര ചിത്രം ഇനി നാളുകളിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിനൊരു സേഫ്റ്റി വാൾവായിട്ടുള്ള ഒരു മെക്കാനിസം ഈ ജുഡീഷ്യൽ എൻക്വയറിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.